8085 ആർക്കിടെക്ചർ പാർട്ട് 2. പാർട്ട് 2 കാണുന്നതിന് മുമ്പ് 8085 ആർക്കിടെക്ചർ പാർട്ട് 1 കാണണം. അതാണ് സ്റ്റാർട്ടിങ്. ആർക്കിടെക്ചറിൻ്റെ സ്റ്റാർട്ടിങ് അതിലാണുള്ളത്. അതിൻ്റെ ബാക്കിയാണ് പാർട്ട് 2 വരുന്നത്. സോ ആദ്യം പാർട്ട് 1 കാണണം. നമുക്ക് പാർട്ട് 2 നോക്കാം. അന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇതിൽ പറയുന്നത്. അതായത് 8-bit ഇൻറ്റേർണൽ ഡാറ്റാബേസിൻ്റെ താഴെയുള്ള ഭാഗം മുഴുവനായിട്ട് നമ്മൾ പാർട്ട് 1 പറഞ്ഞതാണ്. സോ ഇനി പറയാനുള്ളത് 8-bit ഇൻറ്റേർണൽ ഡാറ്റാബേസിൻ്റെ മുകളിലുള്ള ഭാഗം ഏതൊക്കെയാണ് വരുന്നത്? ഇൻറ്ററപ്റ്റ് കൺട്രോളും സീരിയൽ IO കൺട്രോളും മാത്രമാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് നോക്കാം. ഇൻറ്ററപ്റ്റ് കൺട്രോൾ എന്താണ്? ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തടസ്സം എന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ടുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്കൊരു കോൾ വന്നു. ഓക്കെ, ഒരു കോൾ വന്നു. അങ്ങനെയെങ്കിൽ ചാറ്റിംഗ് അവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കോൾ അറ്റൻഡ് ചെയ്യണം. കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം ചാറ്റിംഗ് വീണ്ടും തുടങ്ങണം, അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ കാര്യത്തിൽ, അതായത് മെയിൻ പ്രോഗ്രാമിൽ ഒരു തടസ്സം വന്നു. അതവിടെ നിർത്തി വെച്ചിട്ട് മറ്റൊരു ഫങ്ഷൻ നമ്മൾ ചെയ്തു, മറ്റൊരു കാര്യം നമ്മൾ ചെയ്തു, അല്ലേ? അത് ചെയ്തതിന് ശേഷം, അത് കംപ്ലീറ്റ് ആയതിന് ശേഷം മെയിൻ പ്രോഗ്രാം വീണ്ടും കണ്ടിന്യൂ ചെയ്തു, അല്ലേ? അപ്പോൾ അതിനെയാണ് ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കേസിലും ഇങ്ങനെ ഇൻറ്ററപ്റ്റ്സ് വരാം. മെയിൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും ഇൻറ്ററപ്റ്റ്, പെരിഫറൽസോ മറ്റേതെങ്കിലും ഡിവൈസസ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻറ്ററപ്റ്റ് കൊടുക്കും. അങ്ങനെയെങ്കിൽ ആ മെയിൻ പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇൻറ്ററപ്റ്റ് ഫംഗ്ഷൻ ഏതാണോ ആ ഫംഗ്ഷൻ കോൾ ചെയ്തതിന് ശേഷം ഇൻറ്ററപ്റ്റ് ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് വീണ്ടും പഴയ പ്രോഗ്രാമിലേക്ക് തന്നെ, മെയിൻ പ്രോഗ്രാമിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഓക്കെ, അപ്പോൾ അതാണ് ഇൻറ്ററപ്റ്റ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഇൻറ്ററപ്റ്റ് കൺട്രോളാണ്. അതായത് 8085 ആർക്കിടെക്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻറ്ററപ്റ്റ് കൺട്രോളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൈക്രോ പ്രോസസ്സറിന് ഒരു പെരിഫറൽ ഡിവൈസിൽ നിന്ന്, ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസിൽ നിന്ന് ഒരു ഇൻറ്ററപ്റ്റ് സിഗ്നൽ വന്നു. മൈക്രോ പ്രോസസ്സറിലേക്ക് ഇൻറ്ററപ്റ്റ് സിഗ്നൽ വന്നു. ഇൻറ്ററപ്റ്റ് സിഗ്നൽ വന്നു എന്ന് വെച്ചാൽ ഒരു ഇൻറ്ററപ്റ്റ് ചെയ്യാൻ, അതായത് എന്തോ ഒരു ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെരിഫറൽ ഡിവൈസ് പറഞ്ഞു. മൈക്രോ പ്രോസസ്സർ ഇപ്പോൾ ഒരു മെയിൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു സർവീസ് ചെയ്യാൻ വേണ്ടി, സർവീസ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പെരിഫറൽ ഡിവൈസ് എന്ത് ചെയ്തു? ഒരു ഇൻറ്ററപ്റ്റ് സിഗ്നൽ മൈക്രോ പ്രോസസ്സറിലേക്ക് കൊടുത്തു. അപ്പോൾ മൈക്രോ പ്രോസസ്സർ എന്ത് ചെയ്യും? ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എക്സിക്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സിക്യൂഷൻ എന്ത് ചെയ്യും? അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രോഗ്രാം കൺട്രോൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ഇൻറ്ററപ്റ്റിൻ്റെ സബ് റൂട്ടീനിലേക്ക് പോവും. ഓക്കെ, ബൈ ജനറേറ്റിംഗ് കോൾ സിഗ്നൽ. അതായത് സബ് റൂട്ടീൻ കോൾ ചെയ്തുകൊണ്ട്, ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ പറയില്ലേ, അതുപോലെ ഫംഗ്ഷൻ കോൾ ചെയ്യില്ലേ, അതായത് മെയിൻ പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ ഒരു ഫംഗ്ഷൻ വരില്ലേ, അതുപോലെ ആ ഫംഗ്ഷനെ കോൾ ചെയ്യില്ലേ, അവിടെ ഫംഗ്ഷനെ കോൾ ചെയ്താൽ എന്താ ചെയ്യുക? ആ ഫംഗ്ഷൻ അവിടെ എക്സിക്യൂട്ട് ചെയ്യും. അതുപോലെ ഇൻറ്ററപ്റ്റ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സബ് റൂട്ടീനെ കോൾ ചെയ്യും. അതായത് ഇൻറ്ററപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള സബ് റൂട്ടീൻ, ഇൻറ്ററപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫംഗ്ഷൻ, അതിനെന്ത് ചെയ്യും? കോൾ ചെയ്യും. കോൾ സിഗ്നൽ വെച്ചിട്ടാണ് അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കോൾ സിഗ്നൽ ജനറേറ്റ് ചെയ്തുകൊണ്ട് സബ് റൂട്ടീനിലേക്ക് പ്രോഗ്രാം കൺട്രോൾ പോകും. ഓക്കെ, എന്നിട്ട് ആ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത ശേഷം ഒരു റിട്ടേൺ സിഗ്നൽ ഉണ്ടായിരിക്കും. റിട്ടേൺ സിഗ്നലിന് ശേഷം പ്രോഗ്രാം കൺട്രോൾ എങ്ങോട്ട് പോകും? മെയിൻ പ്രോഗ്രാമിലേക്ക് പോകും. എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ചെയ്തത്, മെയിൻ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്ത് വെച്ചാണോ സ്റ്റോപ്പ് ചെയ്തത് അങ്ങോട്ട് എന്ത് ചെയ്യും? പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, സബ് റൂട്ടീൻ കോൾ ചെയ്യുന്നു, സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത ശേഷം റിട്ടേൺ സിഗ്നൽ ജനറേറ്റ് ചെയ്തുകൊണ്ട് പ്രോഗ്രാം കൺട്രോൾ എങ്ങോട്ട് പോകുന്നു? പഴയ പ്രോഗ്രാമിൻ്റെ ഏത് ഭാഗത്താണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ആ ഭാഗത്തേക്ക് പോകുന്നു. അതാണ് ഇൻറ്ററപ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി ഇൻറ്ററപ്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്ററപ്റ്റ് ഈസ് എ സിഗ്നൽ എമിറ്റഡ് ബൈ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ വെൻ എ പ്രോസസ് ഓർ ഈവൻ നീഡ്സ് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ. അതായത് പെട്ടെന്നൊരു കാര്യം ചെയ്യണം, ഇപ്പോൾ അത്യാവശ്യമായൊരു കാര്യം ചെയ്യണം, അതിലേക്ക് എന്ത് ചെയ്യണം? ശ്രദ്ധ പോകണം. അതായത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ പോകണം. അതിന് വേണ്ടിയിട്ട് ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കൊടുക്കുന്നൊരു സിഗ്നലാണ് എന്ത്? ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്ററപ്റ്റ് കൺട്രോളിൽ വരുന്ന സിഗ്നൽസാണ് നമ്മുടെ ആർക്കിടെക്ചറിൽ കാണാം. നിങ്ങൾക്ക് ഇൻറ്ററപ്റ്റ് കൺട്രോളിൻ്റെ മുകളിലായിട്ട് ഒരു 6 സിഗ്നൽസ് കാണിച്ചിട്ടുണ്ട്, അല്ലേ? അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
ഏതൊക്കെയാണ്? ഒന്നാണ് INTR. INTR എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് ആണ്, ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. അതായത് ഒരു ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് വരുന്ന സിഗ്നലാണ് INTR എന്ന് പറയുന്നത്. INTR റിക്വസ്റ്റ് ഈസ് എ ജനറൽ പർപ്പസ് ഇൻട്രപ്റ്റ്. അതായത് ഒരു ഇൻട്രപ്റ്റ് ആണ് INTR. ദെൻ INTA എന്ന് പറയുന്നത് അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇൻട്രപ്റ്റ് കിട്ടിയെന്ന്, അതായത് ഏതെങ്കിലും ഒരു പെരിഫറൽ ഡിവൈസിൽ നിന്നാണ് ഇൻട്രപ്റ്റ് വന്നതെങ്കിൽ, സപ്പോസ് കീബോർഡിൽ നിന്നാണ് ഒരു ഇൻട്രപ്റ്റ് വന്നതെങ്കിൽ കീബോർഡിനെ തിരിച്ച് പ്രോസസ്സർ അറിയിക്കണം, എനിക്ക് ഈ ഇൻട്രപ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കീബോർഡിനെ അറിയിക്കണം, അതായത് പെരിഫറൽ ഡിവൈസിനെ അറിയിക്കണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് INTA. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് ആ മെസ്സേജ് അയച്ച ആളെ എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയിക്കില്ല. അതേപോലെ ആണ് INTA എന്ന് പറയുന്നത്. അക്നോളജ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന 3 സിഗ്നൽസാണ് RST 7.5, RST 6.5, RST 5.5. ഇതെല്ലാം റീസ്റ്റാർട്ട് ഇൻട്രപ്റ്റ് ആണ്. RST ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റീസ്റ്റാർട്ട് എന്നാണ്. റീസ്റ്റാർട്ടിൻ്റെ ഷോർട്ടാണ് RST എന്ന് പറയുന്നത്. അപ്പോൾ അത് റീസ്റ്റാർട്ട് ഇൻട്രപ്റ്റ് ആണ്. ഇത് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് ആണെന്ന് പറയാം. വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ പറയാം. വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് ആണ് RST എന്ന് പറയുന്നത്. അതിന് INTR ഇൻട്രപ്റ്റിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്, ഹയസ്റ്റ് പ്രയോറിറ്റിയാണ്. അതായത് INTR ഇൻട്രപ്റ്റിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ഇൻട്രപ്റ്റാണ് റീസ്റ്റാർട്ട് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ട്രാപ്പ് എന്ന് പറയുന്നത് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്, ഹയസ്റ്റ് പ്രയോറിറ്റിയും ആണ്. ഇൻട്രപ്റ്റിലൊക്കെ വെച്ചിട്ട് ഹയസ്റ്റ് പ്രയോറിറ്റി ട്രാപ്പിനാണ് ഉള്ളത്. അപ്പോൾ എന്താണ് വെക്റ്റേർഡ് എന്നും നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്നും നമുക്ക് നോക്കാം. ഇൻട്രപ്റ്റ്സ് ഡിഫറെൻറ്റ് രീതിയിൽ വരുന്നുണ്ട്. അതിൽ ചില ടൈപ്സാണ് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്, നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്, മാസ്കബിൾ ഇൻട്രപ്റ്റ്, നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്? വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് വെക്റ്റർ അഡ്രസ്സ് ഉണ്ടായിരിക്കും, അതായത് സബ് റൂട്ടീൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ്. അത്തരം ഇൻട്രപ്റ്റ്സിനെ പറയുന്ന പേരാണ് വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്കേലാർ ഇൻട്രപ്റ്റ് ആണ്. അതായത് അതിലൊരു വെക്റ്റർ അഡ്രസ്സ് പ്രീഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അതായത് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല വെക്റ്റർ അഡ്രസ്സ്. ഓക്കെ, അതാണ് നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സബ് റൂട്ടീൻ്റെ അഡ്രസ്സ് എവിടെ നിന്ന് കിട്ടും? ഏതാണോ ഇൻട്രപ്റ്റിംഗ് ഡിവൈസ്, ഏത് ഡിവൈസാണോ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് ആ ഡിവൈസ് കൊടുത്തോളും സബ് റൂട്ടീൻ്റെ അഡ്രസ്സ്. ഓക്കെ, അല്ലാതെ നേരത്തെ കുട്ടി സബ് റൂട്ടീൻ്റെ അഡ്രസ്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഒരു ഫിക്സഡ് വെക്റ്റർ അഡ്രസ്സ് നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ് ആണെങ്കിൽ അങ്ങനെ നേരത്തെ കുട്ടി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. ഏത് ഡിവൈസാണോ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് ആ ഡിവൈസ് അപ്പോൾ ഒരു അഡ്രസ്സ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. INTR ആണ് 80 മൈക്രോ പ്രോസസ്സറിൽ ആകെയുള്ളൊരു നോൺ വെക്റ്റേർഡ് ഇൻട്രപ്റ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മാസ്കബിൾ ഇൻട്രപ്റ്റും നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റും. മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ ദോസ് വിച്ച് ക്യാൻ ബി ഡിസേബിൾഡ് ഓർ ഇഗ്നോർഡ് ബൈ ദ മൈക്രോ പ്രോസസ്സർ. മൈക്രോ പ്രോസസ്സറിന് വേണമെങ്കിൽ ഒരു മാസ്കബിൾ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ വേണ്ടാന്ന് വെക്കാം ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഡിസേബിൾ ചെയ്യുക അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക ചെയ്യാവുന്ന ഒരു ഇൻട്രപ്റ്റാണ് മാസ്കബിൾ ഇൻട്രപ്റ്റ്, നിർബന്ധമൊന്നും ഇല്ല. എന്നാൽ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഡിസേബിൾ ചെയ്യാനോ ഇഗ്നോർ ചെയ്യാനോ പറ്റില്ല മൈക്രോ പ്രോസസ്സറിന്. അതാണ് നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ്. ഓക്കെ, ഡിഫറൻസ് മനസ്സിലായല്ലോ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സീരിയൽ IO സിഗ്നൽസ്. നമ്മുടെ ആർക്കിടെക്ചറിൽ ഇൻട്രപ്റ്റ് കൺട്രോൾ ഒരു ഭാഗം, മറ്റൊരു ഭാഗമാണ് സീരിയൽ IO കൺട്രോൾ. അപ്പോൾ സീരിയൽ IO കൺട്രോളിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. സീരിയൽ IO സിഗ്നൽസ് 2 എണ്ണമാണുള്ളത്. ഒന്ന് സീരിയൽ ഇൻപുട്ട് സിഗ്നലും രണ്ടാമത്തേത് സീരിയൽ ഔട്ട്പുട്ട് സിഗ്നലും. സീരിയൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണത്. SID എന്ന് പറയുന്നത് സീരിയൽ ഇൻപുട്ട് സിഗ്നലും SOD എന്ന് പറയുന്നത് സീരിയൽ ഔട്ട്പുട്ട് സിഗ്നലും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ ആർക്കിടെക്ചർ വരുന്നത്. അതോടെ നമ്മുടെ ആർക്കിടെക്ചർ കഴിഞ്ഞിരിക്കുന്നു മൈക്രോ പ്രോസസ്സർ 8085ൻ്റെ.